വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ സ്പൈസി ചിക്കൻ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 4 വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ വിനീഗർ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ മാറ്റിവെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് ഒരു കോഴിമുട്ട, 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മൾ കോൺഫ്ലോർ ചേർക്കുന്നത് കൊണ്ട് നമ്മളുടെ ചിക്കൻ ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ് മാറ്റിവെക്കാം. ഇപ്പൊ 15 മിനിറ്റ് കഴിഞ്ഞു. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഈ ഒരു റെസിപ്പിക്ക് ഓയിലാണ് നല്ലത്. ഇനി നന്നായിട്ടൊന്ന് ചൂടാവാൻ അനുവദിക്കാം. ഇപ്പൊ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ചിക്കൻ പീസുകൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ബോൺലെസ് ചിക്കൻ എടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉള്ളൊന്നും വേവില്ല. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിടാം. ഇപ്പോൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ രണ്ട് സൈഡും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസുകളും ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം എല്ലാ ചിക്കൻ പീസുകളും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് 6 വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് ചേർക്കാം. വെളുത്തുള്ളി നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് അധികമാണ് എടുക്കുന്നത്. ഇനി നമുക്കിത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം, കളർ ചേഞ്ച് ആവുന്നത് വരെ. ഇനി അതിലേക്ക് കുറച്ച് വേപ്പില ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. അതിലേക്ക് 4 ഉണക്കമുളക്, 4 പച്ചമുളകും കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. നമ്മൾ ആർട്ടിഫിഷ്യൽ കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർക്കാം. നമുക്കിത് നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ റെഡ് ചില്ലി സോസും കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. ടൊമാറ്റോ സോസും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ചിക്കൻ ഫ്രൈക്ക്. ഇനി അതിലേക്ക് 1 ചെറുനാരങ്ങയുടെ ജ്യൂസ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ചിക്കൻ ഫ്രൈ ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത്. നമുക്കിത് സ്റ്റാർട്ടറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, നല്ല സ്പൈസിയുമാണ്. ഇനി നമുക്കിത് 5 മിനിറ്റ് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട്. ഒട്ടും ജലാംശമൊന്നും പാടില്ല. ചില്ലി സോസും ടൊമാറ്റോ സോസും എല്ലാം ഇതിലേക്ക് നന്നായിട്ട് യോജിച്ച് കിട്ടണം. ഇപ്പോൾ ഏകദേശം ഒരു 6 മിനിറ്റായി. നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം.
ഇപ്പം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ സ്പൈസി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.